ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾക്ക് ഇന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി പുളിക്കറി ഉണ്ടാക്കിയെടുക്കുക. പുളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. അപ്പോൾ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്താൽ മതിയാകും. ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ ഒരു 10-20 ചുവന്നുള്ളി, അതായത് നമ്മൾ ചെറിയ ഉള്ളിയില്ലേ, അതും കൂടി ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളൊക്കെ തന്നെയാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടത് അതിൻ്റെ ആ ഒരു പച്ച ചുവപ്പൊക്കെ കണ്ട് പോകോളം നമുക്ക് വഴറ്റിയെടുക്കുക. എന്നാലാണ് ആ കറിക്ക് ഒരു പ്രത്യേക ഒരു മണം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തക്കാളി വേണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാനിതേ രാത്രിയാണ് കേട്ടോ അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ രാത്രിയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ രാത്രി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും നമുക്ക് ഉച്ചക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിയൊക്കെ ഒന്നാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നാണ്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. കാരണം തക്കാളിയുടെ ഒരു പുളി കുറച്ച് കൂടുതലായിട്ടുള്ളത് നല്ലതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളി കുറച്ചാണ് ഒഴിച്ച് കൊടുക്കണുള്ളൂ. അത് കാരണം തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ ആ ഒരു മണം, ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് കല്ലുപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെക്കുമ്പോൾ നമുക്ക് ആ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നോളും. തക്കാളിയിലത്തെ വെള്ളം, ഉപ്പിൻ്റെ വെള്ളമൊക്കെ കൂടിയിട്ട് നമുക്കൊരു അയവ് കിട്ടും കേട്ടോ കറിക്ക്. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തന്നെ നമുക്കൊരു ലൂസായി കിട്ടും. ആ ടൈമിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് എത്രയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്തുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഒന്നും കൂടി അങ്ങോട്ട് മൂടി വെക്കാം. അതിൻ്റെ ആ ഒരു മുളകിൻ്റെ ആ ഒരു മണമൊക്കെ കണ്ട് പൊയ്ക്കോട്ടെ. എന്നിട്ട് തുറന്നതിന് ശേഷം നമ്മളിത് വീണ്ടും ഇളക്കിയിട്ട് ഇതിലേക്ക് നേരിട്ട് തന്നെ പുളി ഒഴിക്കണില്ല കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒരു 1/4 ഗ്ലാസ് ഒഴിക്കണം. അതിന് മുന്നേ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാനുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്നങ്ങോട്ട് തിളക്കോളം നിന്നതിന് ശേഷം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സിമ്പിളാണ്, എന്നാൽ കഴിക്കാനോ നല്ല ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുട്ട കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ നമ്മളിതേ പുളി ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ പുളിയൊക്കെ നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി മാറ്റിയതിൻ്റെ ശേഷം ആ വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒഴിച്ചതിൻ്റെ ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പുളിയോ ഉപ്പോ എന്താ വേണ്ടതെന്നുള്ളത് ഇപ്പം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. കുറേ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തതിൻ്റെ ശേഷം ഇത് പാകത്തിനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്കത് മൂടി വെക്കാം. അങ്ങനെ മൂടി വെച്ചിട്ട് നമ്മളിത് തിളക്കേണ്ട ആവശ്യമില്ല. കാരണം തിളക്കണതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാനിത് 3 താറാമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ താറാമുട്ട വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് കണ്ടില്ലേ, 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ മുട്ട എടുത്തിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തിളക്കണതിൻ്റെ മുന്നേ നമുക്ക് തീ ലോ ഫ്ലെയിമാക്കി വെച്ചിട്ട് വേണം നമുക്കിങ്ങനെ മുട്ട ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുട്ട അങ്ങോട്ട് കലങ്ങിപ്പോകും. പിന്നെ ഇപ്പോൾ ഇത് താറാമുട്ട ആയതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് കലങ്ങിപ്പോവില്ല. നല്ല തീ കുറച്ച് വെച്ചാൽ മതിയാകും. എന്നിട്ട് തിളക്കണതിൻ്റെ മുന്നേ തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് ലോ ഫ്ലെയിമാക്കിയിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുന്ന ടൈമിൽ നമുക്കൊരു സൈഡ് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലാണ് മറ്റേ സൈഡും കൂടി ആകുള്ളൂ. അപ്പോൾ ഇതേ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ താറാമുട്ടയൊക്കെ നമ്മൾ ഓരോ നാട്ടിൽ ഇങ്ങനെ ഈ നവംബർ മാസമൊക്കെ ആകുമ്പോൾ കുറേ താറാവ് ആളിനായിട്ട് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ മേയ്ക്കാനൊക്കെ ഇങ്ങനെ പോകും ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ ടൈമിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നാടനായിട്ട് നല്ല
ഇതായിട്ട് കിട്ടും കേട്ടോ മുട്ട. കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിച്ച മുട്ടയാണിത്. അങ്ങനെ ഇത് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 സൈഡും മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഓഫാക്കാൻ സമയമായി. അപ്പോൾ ഓഫാക്കാൻ പോകണേ. അപ്പോൾ നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ.